Hello guys, welcome back to my YouTube channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം വളരെ സ്പെഷ്യലായ ഒരു ഡിഷാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യനോ നോർത്ത് ഇന്ത്യനോ ചൈനീസ് ഒന്നും അല്ല. നമ്മൾ ഉണ്ടാക്കുന്ന തായ് സലാഡാണ്. അതായത് റോ മാംഗോ സലാഡ് വിത്ത് സ്പൈസി തായ് ഡിഷ്. ഓക്കെ, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ റോ മാംഗോ, ക്യൂക്കമ്പർ, ടൊമാറ്റോ, അനിയൻ, green chili, sprig of coriander leaves, Thai dressing. ഈ Thai dressing ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ ഞാനിത് കാണിച്ചായിരുന്നു എങ്ങനെ ഉണ്ടാക്കണമെന്ന്. നിങ്ങളെല്ലാം അത് കണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ വേണ്ടുന്നത് പെപ്പർ ആൻഡ് സോൾട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ മാംഗോ സ്ലൈസ് വളരെ ശ്രദ്ധിച്ച് തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. നല്ല തിൻ സ്ലൈസ്, പേപ്പർ തിൻ സ്ലൈസിൽ സ്ലൈസ് ചെയ്യുക. എന്നിട്ട് അതിനെ ജൂലിയനാക്കുക. നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പാടായിരിക്കും, എന്നാലും വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. വളരെ തിൻ ജൂലിയനാണ് വേണ്ടത്. ഓക്കെ, മാംഗോ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു. വളരെ ഫൈനായിട്ട് ചെയ്യണം കേട്ടോ. മാംഗോ വളരെ ഫൈൻ മാറ്റ് 6 സൈസിലാണ് കട്ട് ചെയ്യാനായിട്ട്. ഇതിനാണ് ജൂലിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇതിലോട്ട് ക്യുക്കമ്പറിൻ്റെ ചെറിയൊരു പീസ് ആഡ് ചെയ്യാം. ക്യുക്കമ്പർ അധികമായി കഴിഞ്ഞാൽ ആ സലാഡ് സോഗിയായി പോകും. കാര്യം ഇതിനകത്ത് ഈ കുക്കുംബറിൽ സോൾട്ട് കണ്ടന്റ് വന്നു കഴിയുമ്പോൾ അത് സോഗിയായി പോകും. അപ്പോൾ സലാഡിനോട് സ്ട്രെങ്ത് കിട്ടത്തില്ല. ഇത് വളരെ ഉണ്ടാക്കി ഉടൻ കഴിക്കേണ്ട സാധനം, ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല. കുക്കുംബർ ജൂലിയൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. കുക്കുംബറും മാംഗോയും മിക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നമുക്ക് അനിയനും ആഡ് ചെയ്യണം, ടൊമാറ്റോ ആഡ് ചെയ്യണം. മതി. പിന്നെ ചില്ലി വളരെ കുറച്ച് മതിയോ, കാരണം ഓൾറെഡി ഡ്രസ്സിങ്ങിൽ ചില്ലി ഉണ്ട്. ഓക്കെ, ഇനി ടൊമാറ്റോ ഒരു കോട്ട് മതിയോ. ടൊമാറ്റോ കട്ട് ചെയ്യുമ്പോൾ സീഡ് സ്കിന്നും റിമൂവ് ചെയ്യണം. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഈ വെഡ്ജ് കട്ട് ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് അതിനകത്തെ സ്കിന്നിനെ റിമൂവ് ചെയ്യുക. സ്കിൻ റിമൂവ് ആയി കഴിഞ്ഞു. വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് അതിനെ മാറ്റ് 6 സൈസിൽ കട്ട് ചെയ്യുക. അപ്പം നമ്മുടെ മിക്സ് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കൊറിയാണ്ടർ സ്പ്രിഗ്സും, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സലാഡിൻ്റെ മിക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നമ്മുടെ ഡ്രസ്സിങ് ആഡ് ചെയ്യണം. അതിനു മുമ്പ് കുറച്ച് സോൾട്ടും കുറച്ച് പെപ്പറും 1 സ്പൂൺ ഡ്രസ്സിങ് നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചായിരുന്നു ഡ്രസ്സിങ് എങ്ങനെ ഉണ്ടാക്കുന്നത്. അതിൽ ഇത് ഓവർനൈറ്റ് ഉണ്ടാക്കി വെച്ചതാണ്. അതിൽ നിന്നും 1 സ്പൂൺ ഡ്രസ്സിങ് ഒഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. എന്നിട്ട് പതിയെ നല്ല ജെൻറ്റിലായിട്ട് അതിനെ ടോസ് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കുക, വളരെ പെട്ടെന്ന് കഴിക്കേണ്ട ഒരു സാധനമാണ്. ഇതുണ്ടാക്കി കുറേ നേരം വയ്ക്കാൻ പാടില്ല. വെച്ചാൽ അത് സോഗിയായി പോവും. ആ ക്യുക്കമ്പറിൻ്റെ സോൾട്ട് അബ്സോർബ് ചെയ്തിട്ട് വളരെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് അത് പോകും. അതുകൊണ്ട് അത് വളരെ റെഡി ടു ഇറ്റ് സാധനമായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മാംഗോ സലാഡ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ പ്ലേറ്റ് ചെയ്യാം. നമ്മുടെ പ്ലേറ്റിംഗ് റെഡി ആയി കഴിഞ്ഞു. മാംഗോ സലാഡ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് റോസ്റ്റഡ് പീനട്ട്, അത് ഇതിൻ്റെ കൂടെ പോകുന്നൊരു ഡിഷാണ്. അതിൻ്റെ കൂടെ നമുക്ക് 2 സ്പ്രിഗ് കൊറിയാണ്ടർ വെച്ചു. ഞാനൊരു ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചായിരുന്നു. ഓക്കെ, നമ്മുടെ പ്ലേറ്റ് റെഡിയായി. എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിച്ചില്ലേ. ആകെ ഡ്രസ്സിങ് മാത്രമാണ് നമുക്ക് ഉണ്ടാക്കാൻ സമയം എടുക്കുന്നത്. ബാക്കി എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. താങ്ക് യു വെരി മച്ച്.
ടേക്ക് കെയർ, ബൈ.